മാസപ്പടി കേസിൽ ഇഡി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട CMRL വീണ്ടും ഹൈക്കോടതിയിൽ. ഡിവിഷൻ ബെഞ്ചിലാണ് അപ്പീൽ നൽകിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അപ്പീൽ. വിവരങ്ങൾ നൽകാൻ രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. രേഷ്മ, മാസപ്പടി കേസിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു മിന്നൽ റെയ്ഡ് നടക്കുന്നത്. ഇപ്പോൾ അതിൽ ആശങ്കയുണ്ടാകും, ഭയമുണ്ടാകും. ഇപ്പോൾ ഇഡി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് ആ ഹർജിയിലുള്ളത്, ആ അപ്പീലിലുള്ളത്? വിവരങ്ങൾ. അശ്വതി, മാസപ്പടി ഇടപാട് കേസിൽ അന്വേഷണം, അതായത് ഇഡിയുടെ അന്വേഷണം എത്രയും വേഗം തടയുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് CMRL കമ്പനി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഇപ്പോൾ അപ്പീൽ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പീൽ ഇന്ന് സമർപ്പിച്ചതേ ഉള്ളൂ. ഒരുപക്ഷെ ഇന്ന് ഈ അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചേക്കും. എന്തായാലും പ്രധാനമായിട്ടും ഇഡിയുടെ അന്വേഷണം തടയുക, അതായത് നേരത്തെ ഇഡിയുടെ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് അടിയന്തരമായിട്ട് സ്റ്റേ ചെയ്യണം. അതോടൊപ്പം തന്നെ വിശദമായിട്ട് വാദം കേട്ട ശേഷം ഇഡിയുടെ അന്വേഷണം തുടരാമെന്നുള്ള സിംഗിൾ ബെഞ്ചിന്റെ വിധി അത് അപ്പാടെ റദ്ദാക്കണമെന്നുള്ള ഒരു ആവശ്യവും ഈ CMRL നൽകിയിട്ടുള്ള അപ്പീലിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. നേരത്തെ ഇഡിയുടെ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടതിന് തൊട്ട് പിന്നാലെയായിരുന്നു ഇഡി വിവിധയിടങ്ങളിൽ റെയ്ഡ് നടത്തുകയും അതോടൊപ്പം തന്നെ പിണറായി വിജയനെയും വീണ വിജയനെയും ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഇഡി അന്വേഷണ സംഘം കടക്കുന്നതിന് മുന്നോടിയായി ഇത് തടയണമെന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് CMRL ഇപ്പോൾ അപ്പീൽ നൽകിയിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് കൃത്യമായിട്ട് തങ്ങളുടെ വാദഗതികൾ പരിശോധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു വാദമായിട്ട് അപ്പീലിൽ CMRL കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത്. നേരത്തെ CMRL തന്നെയാണ് ഇഡിയുടെ അന്വേഷണം അത് തെറ്റായ ദിശയിലാണ്, അത് മാത്രമല്ല നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് തന്നെ അത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ഹർജി നൽകിയത്. ആ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു ഇഡിയുടെ അന്വേഷണം തുടരാമെന്നും ഒരു സമൻസ് നൽകി ആരെങ്കിലും വിളിപ്പിക്കുന്നത് അത് അന്വേഷണത്തിന്റെ മാത്രം ഭാഗമാണ്, അതിനോട് സഹകരിക്കുകയാണ് വേണ്ടതെന്നും ഹൈക്കോടതി പറഞ്ഞത്. അത് വലിയ രീതിയിൽ CMRL കമ്പനിക്കാണെങ്കിലും വീണയ്ക്കാണെങ്കിലും തിരിച്ചടി നൽകിക്കൊണ്ടുള്ളതായിരുന്നു ആ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. എന്തായാലും ആ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് മരവിപ്പിക്കുക എന്നുള്ളതാണ് CMRLനെ സംബന്ധിച്ച് ഏറെ നിർണായകം. രണ്ട് ഭാഗവും കേട്ട ശേഷമായിരിക്കും ഡിവിഷൻ ബെഞ്ച് അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുക. പക്ഷേ പ്രാഥമികമായിട്ട് വാദം കേട്ട ശേഷം വേണമെങ്കിൽ ഡിവിഷൻ ബെഞ്ചിന് സ്റ്റേ ഉത്തരവിലേക്ക് കടക്കാം. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ഒരു വാദത്തിലേക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കടക്കുക തന്നെ ചെയ്യും. ഇന്ന് ഉച്ചയോടുകൂടിയാണ് CMRL കമ്പനി ഇത്തരത്തിലൊരു അപ്പീൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ പരിഗണിച്ചേക്കാം. വീണ വിജയന് സമൻസ് നൽകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് തന്നെയാണ് ഈ അന്വേഷണം തടയാൻ വേണ്ടിയിട്ട് CMRL ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്തയുടെ വീട്ടിലും സഹസ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ CMRLന്റെ ഓഫീസിലും ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. ചില നിർണായകമായിട്ടുള്ള രേഖകളും പിടിച്ചെടുത്തിരുന്നു. രേഷ്മ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും നിർണായക രേഖകളാണ് CMRLന്റെ ഓഫീസിൽ നിന്നും പിടിച്ചെടുത്തത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി CMRL സമീപിച്ചിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിലാണ് അപ്പീൽ നൽകിയത്. വിവരങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു രേഷ്മ കൊച്ചിയിൽ നിന്ന്.